ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ നഫ്ല. എല്ലാവർക്കും നഫ്ലാസ് ഡെൻ്റൽ ടോക്കിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചൂട് കൂടി വരികയാണ്, പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ഫാസ്റ്റിംഗ് ടൈമിൽ. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചൂട് പണ്ടുള്ള കാലത്തിനേക്കാളും കൂടുതൽ, പണ്ടൊക്കെ ഒരു ഏപ്രിൽ മെയ് സമയത്തായിരുന്നു, മെയിലായിരുന്നു നല്ല പീക്ക് ടൈം സമ്മറിൻ്റെ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ മാറി നമുക്ക് മാർച്ചിൽ തന്നെ നല്ല ചൂട് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-11 മണി മുതൽ ഒരു 3 മണി വരെയുള്ള ടൈമിൽ, അല്ലെങ്കിൽ 3-4 മണി വരെയുള്ള ടൈമിൽ നമ്മൾ പുറത്തിറങ്ങാതെ മാക്സിമം ശ്രദ്ധിക്കുക. ഈവൻ നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെ നമ്മൾ മാക്സിമം സൺസ്ക്രീൻ പ്രൊട്ടക്ഷനിലോട് കൂടി വേണം നമ്മൾ പുറത്തിറങ്ങാൻ. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ മെയിനായിട്ടും SPF ഒരു 15 മുതൽ 45 അല്ലെങ്കിൽ 50 വരെയുള്ള സൺസ്ക്രീമുകളാണ് നമ്മൾ, അതിൻ്റെ മുകളിലുള്ള സൺസ്ക്രീമുകളാണ് നമ്മൾ മാക്സിമം അപ്ലൈ ചെയ്യേണ്ടത്. അതൊരു 1 അവർ ഗ്യാപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതായത് സ്ഥിരമായിട്ട് നമ്മൾ വെയിലത്ത് നിന്ന് പണിയെടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതൊരു 1 അവർ കൂടുമ്പോൾ നമ്മൾ വീണ്ടും അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് സൺറൈസ് തട്ടി നമുക്ക് സൂര്യാഘാതം അല്ലെങ്കിൽ സൺബേൺ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ പുറത്തിറങ്ങുമ്പം ഈവൻ കുട്ടികൾക്കാണെങ്കിൽ സെപ്പറേറ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സൺസ്ക്രീൻ അവൈലബിൾ ആണ്, അത് അവർക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഭാഗങ്ങൾ, നമ്മുടെ കൈ, അതുപോലെ തന്നെ നമ്മുടെ മുഖം, പുറത്തോട്ട് സൺലൈറ്റ് തട്ടുന്ന ഭാഗങ്ങളിൽ നമ്മൾ നന്നായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. അതായത് ഡീഹൈഡ്രേഷൻ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ആയിരിക്കണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു നോമ്പ് സമയത്തായതുകൊണ്ട് നമ്മൾ അത്താഴത്തിനാണെങ്കിലും അത് കഴിഞ്ഞ് നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം നമ്മുടെ ബോഡിയിലേക്ക് വേണ്ട വെള്ളം നമ്മൾ ധാരാളമായി കുടിച്ചുകൊണ്ടിരിക്കുക. അത് നമുക്ക് വെള്ളമായിട്ട് കുടിക്കാം. ചില ആൾക്കാർക്ക് വെള്ളം കുടിക്കുമ്പോൾ ഒരുപാട് കുടിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു വോമിറ്റിംഗ് ഒരു ടെൻഡൻസി ഉണ്ടാകും. അത്തരത്തിലുള്ള ആൾക്കാർക്ക് കൂടുതൽ വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. അതായത് തണ്ണിമത്തൻ, അതുപോലെ തന്നെ വെജിറ്റബിളിലാണെങ്കിൽ കുക്കമ്പർ, പിന്നെ അതുപോലെ തന്നെ മുന്തിരി, ഓറഞ്ച്, പൈനാപ്പിൾ, ഇതിലൊക്കെ തന്നെ ധാരാളം വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ്. അപ്പം ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് ആയിട്ടും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ജ്യൂസായിട്ടും നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇളനീർ ജ്യൂസും നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ഇളനീർ വെള്ളം നമ്മൾ കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഈ ഒരു സമയത്ത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഒരു വെള്ളം നമ്മൾ എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ 25 കിലോ ഉള്ള ആൾക്കാർക്ക് 1 ലിറ്റർ നിന്ന് തോതിൽ, അതായത് ഒരു 2 മുതൽ 3 അല്ലെങ്കിൽ 2 മുതൽ 4 ലിറ്റർ, ഏകദേശം 3 ലിറ്ററാണ് ഒരു നോർമൽ ഒരു ആൾക്കാർക്ക് വേണ്ടി വരിക. ഈ ഒരു എമൗണ്ടിൽ വെള്ളം നമ്മൾ കുടിച്ചിരിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും നമ്മൾ അവർ കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവർ പുറത്ത് കളിക്കുന്നതാണ്, അവർക്ക് വെയിലിനെ അവരധികം ശ്രദ്ധിക്കാത്തവരാണ്. അപ്പോൾ അവർ പുറത്ത് നന്നായിട്ട് കളിക്കും. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കാൻ അവരോട് പ്രത്യേകം നമ്മൾ പറയണം. ഈ ഒരു സമയത്താണ് പലതരത്തിലുള്ള അസുഖങ്ങളും വരിക. അതായത് ടെമ്പറേച്ചർ പ്രധാനമായിട്ടും തന്നെ കൺജങ്ക്റ്റിവൈറ്റിസ്, നമുക്ക് കണ്ണ് ചുവപ്പ് കളർ വരുന്നത്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ചിക്കൻ ബോക്സുകൾ, അതുപോലെ തന്നെ പല കിഡ്നി സ്റ്റോൺ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ, വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷൻ, അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾ ഈ ഒരു ചൂട് കാലത്ത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ധാരാളമായി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി സ്റ്റോൺ തടയാൻ സാധിക്കും. അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻസ് നമുക്ക് തടയാൻ സാധിക്കും. അങ്ങനെ പലതരത്തിലുള്ള പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൈ നന്നായിട്ട് വാഷ് ചെയ്യാൻ പറയും. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ണിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് വേഗം അത് സ്പ്രെഡ് ചെയ്യാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പം എപ്പോഴും നമ്മുടെ കൈയൊക്കെ നമ്മൾ എപ്പോഴും നീറ്റായിട്ട് ക്ലീനായി വെക്കാൻ കുട്ടികളോട് പ്രത്യേകം പറയാം. അപ്പോൾ നമ്മൾ പിന്നെ ഫുഡിലോട്ട്, അപ്പോൾ ഭക്ഷണത്തിന് ഞാൻ പറഞ്ഞു നന്നായിട്ട് വെള്ളം അടങ്ങിയിട്ടുള്ള ഫുഡുകളും ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും നമ്മൾ ധാരാളമായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പൈസി ആയിട്ടുള്ളതും അതുപോലെ ജങ്ക് ഫുഡുകളും ഈ ഒരു സമയത്ത് നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മുടെ ശരീരത്തിനാണെങ്കിലും ഭയങ്കര ചൂടുള്ള ഫുഡ്, അത് പ്രത്യേകിച്ച് ചിക്കനൊക്കെ നമ്മുടെ ശരീരത്തിന് ഹീറ്റാണ് കൊടുക്കുക. അങ്ങനത്തെ നമ്മുടെ ശരീരത്തിന് ഹീറ്റ് കൂട്ടാൻ സാധ്യതയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. എപ്പോഴും ലൈറ്റ് ഫുഡുകൾ നമ്മൾ ചൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ കൂടുതലായിട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. അതുപോലെ കഞ്ഞിവെള്ളം, നമ്മളിപ്പം ഇളനീർ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം ലൈറ്റ് ഉപ്പിട്ടിട്ട് നമുക്ക് ധാരാളമായി കുടിക്കുന്നതും വളരെ ക്ഷീണത്തിനും അതുപോലെ തന്നെ ശരീരം ഹൈഡ്രേറ്റ് ആയി നിർത്താനും ഇത് വളരെയധികം സഹായിക്കും.
ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ. ഇപ്പോൾ പുറത്തിറങ്ങി നമ്മൾ കുറേ നേരം നടക്കാനുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പുറത്ത് പോകേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്യാപ്പ് അല്ലെങ്കിൽ നമ്മൾ കുടക്ക് ഉപയോഗിച്ച് നമ്മളൊരു ഡയറക്റ്റ് നമ്മളെ തട്ടിൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് കുട അല്ലെങ്കിൽ ക്യാപ്പുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ എപ്പോഴും നമ്മൾ ഇടുമ്പം ഒരു ലൈറ്റ് വെയിറ്റ്, അതായത് നമ്മുടെ കോട്ടൺ ഡ്രസ്സുകൾ മാക്സിമം നമ്മൾ ഈ ഒരു സമയത്ത് പ്രിഫർ ചെയ്യുക. ഭയങ്കര വിൻ്ററിലിടുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ പോളിസ്റ്റർ ടൈപ്പൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചൂട് കൂടാനും നമ്മുടെ ശരീരം വേഗം അത് സ്കിന്നിനെ ബേൺ ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇടുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കോട്ടൺ ഡ്രസ്സ് അല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സ് ഡ്രസ്സുകൾ നമ്മൾ ഇടാൻ ശ്രദ്ധിക്കുക. ഡാർക്ക് കളേഴ്സ് ആകുമ്പോൾ വേഗം സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാനും നമുക്ക് സ്കിന്നിനെ വേഗം ചൂട് വരാൻ ഫീൽ ചെയ്യാനൊക്കെ ചാൻസ്, ചൂടെടുക്കാനും വിയർക്കാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ലൈറ്റ് കളറും ലൈറ്റ് ഡ്രസ്സുകൾ, അതായത് കോട്ടൺ ഡ്രസ്സുകൾ നമ്മൾ മാക്സിമം ഈ സമയത്ത് ഉപയോഗിക്കുക. പിന്നെ ഒരുപാട് ചൂടുള്ള ഫുഡുകൾ കുറയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ലൈം ജ്യൂസ്, നാരങ്ങ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുടിക്കുന്നതും നല്ലതാണ്. പിന്നെ നമ്മൾ പറഞ്ഞാൽ നല്ല വെന്റിലേഷനുള്ള ഏരിയയിൽ നിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ചായ, കാപ്പി അങ്ങനത്തെയുള്ള സോഫ്റ്റ് ഡ്രിങ്കുകൾ എടുക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് വന്നിട്ടുണ്ട്, അതായത് നമ്മൾ നോർമൽ ഉള്ളതിനേക്കാളും ചൂട് കൂടി വരികയാണ്. അപ്പം വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നതും വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ കിണറുകളിലൊക്കെ വെള്ളത്തിൻ്റെ അംശം, വെള്ളം കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ ആണെങ്കിൽ നമ്മൾ വേസ്റ്റ് ആക്കി കളയാതെ നമ്മൾ മാക്സിമം അത് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് മെയിനായിട്ട് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള മെഡിസിൻ എടുത്തുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് എല്ലാം ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.